വേദിക് മാത്സ് ക്ലാസ്സിൻ്റെ 2ാം ഘട്ടം ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ധാരാളം മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ ട്യൂഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ ദിവസം എടുക്കാൻ പറ്റാതിരുന്നത്. ഇന്നിപ്പോൾ ശനിയും ഞായറും നവോദയ ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. ഞാനപ്പോൾ സൗകര്യമുള്ളപ്പോൾ ഞാൻ പറ്റുമ്പോഴൊക്കെ എടുത്തു തരാം കേട്ടോ. എനിക്ക് 2 മാസം ഉണ്ടല്ലോ, 2 മാസം കൊണ്ട് 2ാം ഘട്ടം ക്ലാസ്സുകളൊക്കെ എടുത്തു തരാം. ഓക്കെ, നമ്മൾ 1ാം ഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ആദ്യം 9ന്റെ ടേബിൾ ഒന്ന് എഴുതി നോക്കട്ടെ. 9ന്റെ ടേബിൾ എഴുതി നോക്കട്ടെ. 9ന്റെ ടേബിൾ ആദ്യം തൊട്ട് എഴുതൂ. 9 × 1 9. 9 2s are 18. 9 3s are 27. 9 4s are 36. 9 5s are 45. 9 6 are 54. ബാക്കി ഏതു ടേബിൾ ഏതു? 9 7s are 63. 9 8s are 72. 9 9s are 81. അങ്ങനെയാ പോകുന്നത്. 9 10s are 90. ഓക്കെ, അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഈ ടേബിളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ, ടേബിൾ എഴുതി വെച്ചല്ലോ. 9ന്റെ ടേബിൾ 10 വരെ എഴുതി വെച്ചല്ലോ. എല്ലാവരും എഴുതി വെച്ചാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ട്രിക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് കേട്ടോ. ടേബിൾ എഴുതി വെച്ചല്ലോ. ഇനി ഇതെങ്ങനെയാണ് ഇത് നമ്മളിപ്പോൾ ടേബിൾ എഴുതി കഴിഞ്ഞു. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ 9 × 7 എഴുതിയിട്ടുണ്ട്. പിന്നെ ആൻസർ എങ്ങനെ വരിക അറിയോ? നമുക്കറിയാലോ, ലാസ്റ്റ് വൺ 10 ആക്കണം. ബാക്കിയൊക്കെ ആ രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഈ 7 10 അവൻ എത്ര വരിക? 7 10 അവൻ എത്ര വരിക? 3. അത് കഴിഞ്ഞിട്ട് ഈ 7ൽ നിന്ന് ഒരു നമ്പർ നമ്മൾ കുറയ്ക്കണം. 7ൽ നിന്ന് കുറച്ചാൽ എത്രയാണ്? 6. 63. 7ൽ നിന്ന് ഒന്ന് കുറച്ചു കേട്ടോ. അടുത്തത് നോക്ക്, ഈ 9 8s are എങ്ങനെ വരുന്നത് നോക്ക്. 8 10 അവൻ എത്രയാണ്? 2. 8 - 1 എത്രയാണ്? 7. 9 6s are എങ്ങനെ വരിക നോക്ക്. 6 10 അവൻ 4. 6ൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താ 5. 54. 9 9s are നോക്കൂ. 9 9 അവൻ 9 10 അവൻ 1. 9ൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താ 8. 9 3s are അങ്ങനെ വരുന്നുണ്ടോ നോക്കൂ. 9 3s are അങ്ങനെ വരുന്നുണ്ടോ നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ വരുന്നുണ്ടോ നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ വരുന്നുണ്ടോ നോക്കൂ. 9ന്റെ ടേബിള് 9 × 3 3 to 10. 7 9 നിന്നും ഇതാ ഇവിടെ 3 നിന്ന് പോയാൽ 2.
ഉണ്ടോ? ആ 9 into 4 അതേപോലെ ചെയ്താൽ കിട്ടുമോ നോക്കൂ. 9 into 4 4 10 ആവാൻ 5. നോക്കുക, ഒരു മിനിറ്റ്. ആ 4 അല്ല 5 ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആ 4 10 ആവാൻ എത്ര വരിക? 6. 4 നിന്ന് പോയി കഴിഞ്ഞാൽ എത്രയാണ്? 3. 9 5 6 അതേപോലെ കിട്ടുന്നുണ്ടോ നോക്കൂ. 9 5 6 അതുപോലെ കിട്ടുന്നുണ്ടോ നോക്കൂ. 9 5 6 5 to 10 എത്രയാണ്? കിട്ടുന്നുണ്ട്. 5 minus 1 എത്രയാണ്? കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയോ? അല്ല ഇതിന്റെ അപ്പൊ 9 into 2 എങ്ങനെ എഴുതുക? 2 to 10 8 അല്ലേ? പോയി കഴിഞ്ഞാൽ എത്ര കിട്ടിയില്ലേ? ഓക്കെ, എഴുതിയെടുത്തല്ലോ, എല്ലാരും എഴുതിയെടുത്തല്ലോ. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 എഴുതിയെടുത്തല്ലോ. ഓക്കെ, ശരി. ഇനി അടുത്തത് നോക്കാം. 9 into 11 എത്ര വരിക? ഇവിടെ നമുക്ക് ഡബിൾ ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ 2 ഡിജിറ്റ് ഉണ്ടല്ലോ, അവിടെ 2 ഡിജിറ്റ് ആക്കാൻ എന്ത് ചെയ്തു? 0 ചേർത്ത്. 1 to 10 എത്രയാ വരിക? 1 to 10 എത്രയാ വരിക? 9 അല്ലേ? ഇനി അടുത്തത് എന്താ ചെയ്യുക? 11 നിന്ന് 1 കുറയ്ക്കുക. 11 നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ 2 ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ് വരുമ്പോഴേ 1 കുറച്ചാൽ എത്രയാണ്? ഒരു മിനിറ്റ്. ഇതാട്ടോ 1 10 ആവാൻ എത്രയാണ്? 9. അടുത്തതും ഇവിടെ ഈക്വൽ ഡിജിറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പൊ 10 ആക്കാൻ എത്ര വേണം? 9. അടുത്തത് നോക്കാം. 2 to 10 8. 12 ഇവിടെ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ 1 വന്നത് കൊണ്ട് ഈ 10th പ്ലേസിൽ കണ്ടോ 1 വന്നത് കൊണ്ട് നമുക്ക് 2 കുറയ്ക്കാം. ഇവിടെ 1 വന്നത് കൊണ്ട് 12 നിന്ന് 2 കുറയ്ക്കാം. അപ്പൊ എത്ര വരിക? 10. ഇനി അടുത്തത് നോക്കിയോട്ടോ. 3 10 ആവാൻ എത്ര വേണം? 3 10 ആവാൻ എത്ര വേണം? 7. ഇവിടെ 1 വന്നത് കൊണ്ട് 2 കുറച്ചാലോ? 13 നിന്ന് 2 കുറയ്ക്കും. 13 നിന്ന് 2 കുറയ്ക്കൂ കേട്ടോ. ഇനി അടുത്തത് നോക്ക് എങ്ങനെ ചെയ്യാം. 4 10 ആവാൻ എത്ര വേണം? 6. 1 വന്നത് കൊണ്ടേ 14 നിന്ന് 2 കുറയ്ക്കും. കിട്ടിയോ? ഇവിടെ ഇനി അടുത്ത അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇത് നോക്കട്ടെ. 15 into 9 എത്ര വരിക? 16. into 16 എത്ര വരിക? 5 to 10 5. ഇവിടെ 1 വന്നുകൊണ്ട് 2 കുറയ്ക്കുക കേട്ടോ. 15 minus 2 13. 6 to 10 4. ഇവിടെ 1 വന്നുകൊണ്ട് 2 കുറയ്ക്കുക കേട്ടോ. 9 into 18 എങ്ങനെയാ വരിക? അപ്പോ 9 into 18 എത്ര വരിക നോക്കൂ. 8 to 10 2. ഇവിടെ കുറച്ചാല് കിട്ടിയാ? 9 into 19 എത്ര വരിക? 9 to 19. 9 10 ആവാൻ 1. 2 കുറച്ചാൽ എത്രയാണ്?
അല്ലേ? 19 - 2 എത്രയാണ്? 171. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരും? പറയാലോ. ഇതാട്ടോ 9 ഇൻറ്റു, ഞാൻ ഒന്നും കൂടെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. 9 ഇൻറ്റു 11 ചെയ്യാൻ ലാസ്റ്റ് 1 10 ആക്കണം. 1 10 ആവാൻ എത്രയാണ്? 9. ഇവിടെ ബാക്കി ഇതുണ്ടോ, ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. ആ ഒരു ഡിജിറ്റിന് നമ്മൾ അങ്ങനെ ആക്കി. ബാക്കി അടുത്ത ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡിജിറ്റ് 1 വന്നിട്ടുണ്ട്. 1 വന്നുകൊണ്ട് 2 മൈനസ് ചെയ്യണം. 11 - 2 9. അപ്പോൾ 9 ഇൻറ്റു 12 ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? 2 to 10 8. 12 - 2 10. അപ്പോൾ 9 ഇൻറ്റു 13 ചോദിച്ചാൽ 3 to 10 7. ഇവിടെ 1 വന്നുകൊണ്ട് 2 മൈനസ് ചെയ്താലേ 117. അപ്പോൾ 9 ഇൻറ്റു 14 ഒന്ന് എഴുതൂ. നിങ്ങൾ എഴുതൂ, ഒന്ന് എഴുതി നോക്ക്. ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ച് എഴുതി നോക്കൂ. കിട്ടിയാ? ഉത്തരം കിട്ടിയാ? ഉത്തരം കിട്ടിയാ? സാൻവിയ ഉത്തരം കിട്ടിയോ? 4 to 10 6. 14 2 മൈനസ് ചെയ്ത 14 - 2 12. ഇനി 9 ഇൻറ്റു 15. 5 to 10 5. 15 - 2 13. ഇനി 9 ഇൻറ്റു 17 എഴുതി നോക്കൂ. 9 ഇൻറ്റു 19 എഴുതി നോക്കൂ. 9 ഇൻറ്റു 21 എഴുതി നോക്കൂ. 9 ഇൻറ്റു 32 എഴുതി നോക്കൂ. ഇവിടെ എത്ര ആൻസർ കിട്ടുക? ആരാ പറയുക? 9 to 17 ആരാ പറയുക? പറയൂ, പറഞ്ഞോളൂ. പിന്നെന്താ പറഞ്ഞോട്ടെ മാം? പറഞ്ഞോളൂ. 7 to 10 3. ഇവിടെ പറഞ്ഞതുകൊണ്ട് 2 എണ്ണം കുറയ്ക്കുമ്പോ 15 കിട്ടും. 153. അതെ. അടുത്ത ആരാ പറയുക? ശ്രീലക്ഷ്മി പറഞ്ഞോട്ടെ മാം? പറഞ്ഞോളൂ. പറയൂ, ശ്രീലക്ഷ്മി പറയൂ. 10 9s are 1. 9 10 ആവാൻ 1. 9 10 ആകാൻ 1. 19 2 കുറച്ച് 70. ഓക്കെ. അടുത്തത് 21 ആരാ പറയുക? 9 ഇൻറ്റു 21. ടീച്ചർ ഗൗതമി പറയട്ടെ? പറഞ്ഞോ. 9 1 9 ആവാൻ 1 10 ആവാൻ 9. 1 10 ആവാൻ ലാസ്റ്റ് 1 10 ആക്കണം. 1 10 ആവാൻ 9. ഇവിടെ 2 ആയതുകൊണ്ട് 3 കുറയ്ക്കുക. അപ്പോ 21 - 3. 21 - 3 18 കിട്ടും. അടുത്ത 9 ഇൻറ്റു 32 ആരാ പറയുക? വിവൃന്ദ പറഞ്ഞോട്ടെ മാം? പറഞ്ഞോളൂ. 2 to 10 ആകാൻ 8. 3 വന്നത് കൊണ്ട് 4 കുറയ്ക്കണം. 32 - 4 = 18. ഓക്കെ. 28 കിട്ടിയോ? ഓക്കെ. അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 9 ഇൻറ്റു 23. ഒന്ന് വേഗം ചെയ്യും നോക്കട്ടെ. 9 ഇൻറ്റു 33. 9 ഇൻറ്റു 41.
9 ഇൻറ്റു 54. ഇതൊക്കെ ഒന്ന് ചെയ്യൂ. നയൻ ഇൻറ്റു 23 കിട്ടിയോ നോക്കണം കേട്ടാ. 9 ഇൻറ്റു 61, 9 ഇൻറ്റു 27, 9 ഇൻറ്റു 34, 9 ഇൻറ്റു 55 ഒക്കെ നോക്കണം. കിട്ടുമോ നോക്കണം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ആരാ പറയാ? നീലാഞ്ജന പറയട്ടെ. നീലാഞ്ജന പറഞ്ഞോ. 3 to 10 7. അതെ. 23 minus 3 equal to 20. 23 minus 3 is equal to 20. കറക്റ്റ്. അടുത്ത ആള് പറയൂ. അടുത്ത ഉത്തരം. പറഞ്ഞോളൂ. 10 into 9 3. 33 3 to 10 7. 33 3 കുറച്ച് 30. 4 ഓർക്കണം. 29. ഓക്കെ. അടുത്ത ആളെന്ന് പറയൂ. അടുത്ത ആള് പറയൂ. അഭിനന്ദ പറഞ്ഞോട്ടെ മാം. പറഞ്ഞോളൂ. 1 to 10 9. ഇവിടെ 4 വന്നോണ്ട് തന്നെ 5 കുറയ്ക്കണം. അപ്പൊ 36 കിട്ടും. ഉത്തരം 369. ശരിയില്ലേ? ഓക്കെ. അടുത്തത് ആരാ പറയാ? പറഞ്ഞോട്ടെ മാം. വേറെ എന്താണ്? വിശ്വേശ്വർ എന്താ ഉണ്ടായിരിക്കണം? വിശ്വേശ്വർ. ആദർശ് കയറിയുണ്ടോ? ആദർശ് നിഹ കയറിയുണ്ടോ? ശ്രീലക്ഷ്മി ഒന്ന് പറയൂ. ഇതിന്റെ ഉത്തരം എങ്ങനെ വരിക? 9 into 54 6 ആ കിട്ടിയത്. 4 to 10 6. 4 6 ആവാനേ 4 10 ആവാനേ 6. 5 വന്നുകൊണ്ട് 6 കുറയ്ക്കുക. അപ്പോ 48 കിട്ടി. അപ്പൊ 486 486. അതെ. ഇതിന്റെ ഉത്തരം ആരാ പറയുക? 9 into 61 ആരാ പറയുക? ഗൗതമി ഉണ്ടോ? എന്നാ അതിന്റെ ഉത്തരം പറഞ്ഞോ. 1 to 10 ആവാൻ 9. അപ്പൊ ഇവിടെ 6 വന്നോണ്ട് തന്നെ നമ്മൾ 5 മൈനസ് ചെയ്യണം. 5 അല്ല 7 ആണ് മൈനസ് ചെയ്യേണ്ടത്. 7 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോ 7 മൈനസ് ചെയ്താൽ നമുക്ക് 54 കിട്ടും. അടുത്തത് ആരാ പറയാ? തപസ്യ പറയോ? തപസ്യയില്ല, അമ്മയെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. അവൾ അച്ഛമ്മ വീട്ടിലാണ്. ശരി, ഞാൻ പറയൂ. നീലാഞ്ജന പറയട്ടെ. നീലാഞ്ജന പറയൂ. 7 to 10 3. 27 minus 3 equal to 24. ഓക്കെ. അഭിജിത്ത് ഇതിന് ഉത്തരം പറയൂ. അഭിജിത്ത് മറ്റേ സിദ്ധാർത്ഥന് എന്തെങ്കിലും കേൾക്കുന്നു. ദേവന ഇതിന്റെ ഉത്തരം പറയോ? ദേവന പറയൂ. അറിഞ്ഞില്ല അല്ലേ? ശരി, വേറെ അറിയുന്നവര് പറയൂ. വിശ്വേശ്വരൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോളൂ. ലെവിൻ കാർത്തിക് ചേർന്നുണ്ടോ? ലെവിൻ ചേർന്നുണ്ടോ? ലെവിൻ ഉണ്ടോ? ഉത്തരം പറയോ?
4 to 10 4 to 10 6. 3 വന്നുകൊണ്ട് 4 കുറയ്ക്കാം, ആൻസർ 30 കിട്ടും. അടുത്തത് നോക്ക്. 5 to 10 എത്രയാണ്? 5. 5 വന്നുകൊണ്ട് 6 കുറയ്ക്കാം, 49. അപ്പം ഇനി വേറെ കുറച്ച് കണക്ക് വേഗം ചെയ്യണം കേട്ടോ, വേഗം ചെയ്യണം കേട്ടോ, നല്ല സ്പീഡ് കിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ ആ സ്പീഡൊക്കെ പോയില്ലേ കുറച്ച് ദിവസം വീട്ടിലിരുന്നപ്പോൾ. ഒന്ന് വേഗം ചെയ്യൂ. വേഗം ചെയ്യൂ. ചെയ്യൂ. ഇതിൻ്റെയൊക്കെ ആൻസർ ഒന്ന് വേഗം എഴുതി നോക്ക്, സ്വന്തം എഴുതി നോക്ക്. രതീഷ് എന്നുള്ള പേരിൽ ആരെ കയറിയത് ക്ലാസ്സില്? രതീഷ് എന്നുള്ള പേരിൽ ആരെ കയറിയേ? പേര് പറഞ്ഞില്ലെങ്കിൽ നാളെ കേട്ടില്ല കേട്ടാ. ഇവിടെ ആൻസർ പറയൂ. 3. ഇവിടെ ഇതിന്റെ ആൻസർ ആരാ പറയാ? പറഞ്ഞോളൂ. സാൻവിയ ഉണ്ടോ ക്ലാസ്സില്? സാൻവിയ പറയൂ. നീലാഞ്ജനയാണോ? പറഞ്ഞോ. അല്ല മാം, നീലാഞ്ജനയാണ് ID കേറിയിരിക്കുന്നത്. ഓ അത് ശരി. ഇതിന്റെ ഉത്തരം ആരാ പറയാ? ത്രീ ടു 10 പറയൂ. 3 to 10 7. അഭിവൃന്ദ പറഞ്ഞോട്ടെ മാം. 3 to 7. 3 to 10 7. 5 വന്നുകൊണ്ട് 6 കുറയ്ക്കുക, 47. അഭിനന്ദ അടുത്ത് പറയൂ. അഭിനന്ദ. ഓക്കെ മാം. 8 to 10 2. 4 വന്നുകൊണ്ട് തന്നെ 5 കുറയ്ക്കണം, 48 മൈനസ് 5 = 43. അടുത്ത ആരാ പറയാ? ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. 9 10s are 1. 29 3 കുറച്ച 20. അങ്ങനെ പറയണം കേട്ടോ ശ്രീലക്ഷ്മി. 9 to 10 1. 29 plus 3 26. അടുത്തതോ? ഞാൻ പറയാം. നീലാഞ്ജന പറയട്ടെ. വേറെ ശ്രീലക്ഷ്മി പറഞ്ഞ വേറൊരാൾ പറയണ്ടേ, പറയൂ. ടീച്ചർ 9 to 6 അല്ല, 6 to 10 ലാസ്റ്റ് ഒക്കെ 10 ആക്കണം. ഓക്കെ സർ. 6 to 10 4ഉം പിന്നെ 36 4 32. ഓക്കെ, ശരിയാണ്, കറക്റ്റാണ്. ഇതിന്റെ ഉത്തരം ആരാ പറയാ? വിശ്വേശ്വർ ക്ലാസ് കയറിയല്ലോ. വിശ്വേശ്വരെ ഉത്തരം പറയേ. വിശ്വേശ്വർ ക്ലാസ്സിൽ പറയേ, ഉത്തരം പറയേ. പറഞ്ഞോ? വിശ്വേശ്വർ ക്ലാസ്സിൽ പറയൂ, ഉത്തരം പറയൂ. 6 to 10 4. 2 വന്നോണ്ട് നീലാഞ്ജന പറയട്ടെ. പറയൂ നീലാഞ്ജന, അടുത്ത പറയൂ. അടുത്ത പറയൂ. 7 to 10 പറയാത്ത പറയൂ.
പറയട്ടെ മാം? ആ പറയൂ അടുത്തത് പറയൂ. 7 to 10 3. ആ 3 വന്നുകൊണ്ട് തന്നെ 37 മൈനസ് 4 ഈക്വൽ ടു 33. ഓക്കെ. അടുത്തത് ആരാ പറയാ? അടുത്ത ആരാ പറയാ? 9 to 10 1. 4 വന്നുകൊണ്ട് 5 കുറയ്ക്കുക. 441. അടുത്തത് വിശ്വേശ്വർ ഒന്ന് പറയേ, ഇത് ഉത്തരം പറയേ. വിശ്വേശ്വർ ഉത്തരം പറയൂ, ഒന്ന് പറയൂ. 1 to 10 9. 5 വന്നപ്പോൾ 6 കുറയ്ക്കണം. 459. അപ്പം ഞാനൊരു 10 തരുന്നുണ്ട്. വേഗം ചെയ്യണം. നമ്മളിന്ന് പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 9 ആണ്. വേഗം എഴുതി നോട്ടെ. 28 9 into 18 9 into 39 9 into 43 9 into 52. ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതി നോട്ടെ. എത്ര എണ്ണം ശരിയാവുണ്ട് നോക്കാം. 9 into 63. ഒന്ന് വേഗം ചെയ്യണം കേട്ടോ. 9 into 72. 9 into 81. 9 into 92. ആൻസർ നോക്കാം ഇതിൻ്റെയൊക്കെ. എന്നിട്ട് അടുത്ത് 9 into 97. ആ 10 എണ്ണത്തിൽ അവർക്ക് എത്ര മാർക്ക് കിട്ടും നോക്കാം. എനിക്ക് പറയാൻ പറ്റില്ല. പത്തെണ്ണം ചെയ്ത് നോക്കാം. നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കാട്ടാ. പത്ത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ. 10 ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി കഴിഞ്ഞോ നോക്കട്ടെ. ഉത്തരം കിട്ടിയോ? ആർക്കാ കിട്ടിയത് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ റൈറ്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ മാർക്ക് ഇടണം കേട്ടോ. നിങ്ങളുടെ മാർക്ക് ഒന്നും ഇടണം കേട്ടോ. ഇതാ സത്യസന്ധമായിരിക്കണം മാർക്ക്. 8 to 10 2 വന്നപ്പോൾ 3 കുറച്ചാ 25. 8 to 10 2. 1 നിന്ന് 2 കുറച്ചാ ടീച്ചർ ലാസ്റ്റ് കാണുന്നില്ല ടീച്ചർ. അയ്യോ കാണും. ഇപ്പൊ ശരിയായോ? 9 into 97. 9 to 10 1. 3 നിന്ന് 4 കുറയ്ക്കുക. 39 3 വന്നുകൊണ്ട് 4 കുറയ്ക്കാം. 3 to 10 7. 43 5 കുറയ്ക്കാം. 2 to 10 8. ഇവിടെ 6 കുറയ്ക്കാം. അടുത്ത 3 to 10
7 6 വന്നുകൊണ്ട് 7 കുറയ്ക്കാം 57 അല്ല സോറി ഒരു മിനിറ്റ് 56 ആണ്. അടുത്തത് 2 to 10 8 7 വന്നപ്പോൾ 8 ഓർക്കണം. അടുത്തത് 9 to 1 to 10 9 8 വന്നപ്പോൾ 9 കുറയ്ക്കണം. ടു ടു 10 8 9 വന്നപ്പോൾ 10 ഓർക്കണം. ഒരു മിനിറ്റ് ഒരു അക്ഷരം തെറ്റിപ്പോയി. 9 വന്നപ്പോൾ 10 ഓർക്കണം. അപ്പോൾ 7 to 10 3 9 വന്നപ്പോൾ 10 ഓർക്കണം. കിട്ടിയോ? ഉത്തരം ശരിയാണോ? ശരിയായോ? എല്ലാവരും ശരിയായോ? 10 ൽ 10 മാർക്ക് ആർക്കൊക്കെ കിട്ടിയത്? 10 ൽ 10 മാർക്ക് ശ്രീലക്ഷ്മിക്ക് കിട്ടിയോ? പിന്നെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് കിട്ടി. പിന്നെയോ? നിഖയെ കാണാനില്ലേ നമ്മുടെ ടീച്ചർ? അവള് ഹൈദരാബാദ് ആണെന്ന് പറഞ്ഞു. അതെയോ? എന്തായാലും ക്ലാസ് കയറിയില്ല. ശരി പോട്ടെ, നോട്ട് അയച്ചു കൊടുക്കണം കേട്ടാ. അടുത്ത ആൾ പറയൂ. ആർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയാള്? ദേവന് മനസ്സിലായോ? അഭിനന്ദ അഭിവൃന്ദക്ക് കിട്ടിയോ? സാൻവിയക്ക് കിട്ടിയോ? സാൻവിയ ഫുൾ മാർക്ക് കിട്ടിയോ? ലെവിൻ കാർത്തിക്കിന് കിട്ടിയോ? ഓക്കെ. പറയൂ 9 into 81 729 അല്ലേ മാം? 81 എത്ര കുറച്ച്? 9 കുറച്ചത്. സോറി. ശരിയാണ് കേട്ടോ. 9 കുറയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ 72 ആണ് വരിക. ശരി, ഓക്കെ. 729 ആണ് കേട്ടോ. ശരി, കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. ക്ലാസ്സിലുണ്ടോ? ഇന്നിപ്പോ എത്രയാണ് പഠിപ്പിക്കാനുണ്ട്? ആദ്യത്തെ ദിവസം അല്ലേ? കാരണം എന്താ പറയുക, കുറെ പേര് അവിടെ ഇവിടെ ആയതുകൊണ്ട് ക്ലാസ് കയറിയിട്ടില്ല. ഞാൻ ഇന്ന് 9 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കിയത്. ഇനി ഇതില് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ എന്തറിയോ, അവള് പ്രത്യേകം ഇതാണ്ടോ, ഈ നേരത്തെ പറഞ്ഞ കുട്ടിയില്ലേ, ഞാനിപ്പോൾ 799 എഴുതിയില്ലേ, അത് തെറ്റായിരുന്നു. എന്താ കാരണം അറിയോ? 9ന്റെ മൾട്ടിപ്പിൾ ഏത് നമ്പറിനെയും നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വെച്ചോളൂ. അതിൻ്റെ പ്രോഡക്റ്റ് നോക്ക്, സിംഗിൾ ഡിജിറ്റ് ആക്കി നോക്ക്. 5 + 2 7 + 2 9 കിട്ടും. 6 + 2 8 + 1 9 കിട്ടും. 5 + 1 6 + 3 9 കിട്ടും. 7 + 8 15 15 + 3 18 1 + 8 9 കിട്ടും. 6 4 10 തൊട്ട് 18 9 കിട്ടും. എല്ലാം ഇവിടെ കിട്ടിയില്ല. 25 കിട്ടണേ, കൂട്ടുമ്പോൾ 7 കിട്ടണേ. അതുകൊണ്ടാണ് അവൾ വേഗം പറഞ്ഞത് അത് ശരിയല്ല എന്ന്. കണ്ടോ? 729 ആണ് വരിക. 9 + 2 11 + 7 18 18 ആഡ് ചെയ്താൽ 9 തന്നെ കിട്ടുക. അപ്പോൾ 9ന്റെ ഒരു നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും അതിൻ്റെ സിംഗിൾ ഡിജിറ്റ് ആക്കിയാൽ, ആ നമ്പറിനെ സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റിയാൽ 9 തന്നെ കിട്ടും. സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റിയാൽ ഒരു നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ആൻസറിനെ സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റിയാൽ STM മെത്തേഡ് എന്നാണ് പറയുക കേട്ടോ. അതിന് വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് STM മെത്തേഡ് പറയും, സിംഗിൾ ഡിജിറ്റ് മെത്തേഡ്.
STM മെത്തേഡ് പറയും കേട്ടോ, സിംഗിൾ ഡിജിറ്റ് മെത്തേഡ്. അങ്ങനെ നോക്കിയാൽ 9 തന്നെ കിട്ടും. അങ്ങനെ 9th മൾട്ടിപ്പിൾ ശരിയാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അറിഞ്ഞോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? നാളെ ഉണ്ടാവും ഇതേ സമയത്ത് ക്ലാസ്. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ കേട്ടാ. ആ ശരി. നവോദയ ക്ലാസ് ഉണ്ടാ? ഇന്ന് നവോദയയുടെ ഹോംവർക്കാണ്. ആരാണ്? ഓ, നീലാഞ്ജന. ഇന്ന് 7 മണിക്ക് ഹോംവർക്ക് വരും കേട്ടാ. ആ